ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ജി കെ സിംപ്ലിഫൈഡിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിയുടെ ആ ഒരു ബേസ് ബിൽഡ് ചെയ്യുന്ന സീരീസ് നമ്മൾ ആരംഭിച്ചു അല്ലേ. നമ്മളതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട പാർട്സ് കണ്ടിരുന്നു. ഒരു മഹാബലി കഥ, പ്രധാനപ്പെട്ടതല്ല എല്ലാ ഷെഡ്യൂൾസും നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ കോഡ് 1 സണ്ണിൽ തുടങ്ങുന്ന നമ്മുടെ കോഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. സോ ചെറുപ്പം തൊട്ട് NCERT SCERT വായിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് പേജിൽ കാണാറുള്ള ഭരണഘടനയുടെ ആമുഖം, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ആമുഖം, അത് എത്ര പേർക്ക് കാണാതെ പറയാൻ അറിയുന്നതിനേക്കാൾ കൂടുതലുപരി എത്ര പേർക്ക് അർത്ഥം മനസ്സിലാക്കി പറയാൻ അറിയാം? നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്നതാണ്, കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ കണ്ടിട്ട് വായിക്കാതെ പോകുന്നതാണ്. അതാണ് ഒബ്സർവേഷൻ നമുക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ജനഗണമന എന്ന് പറയുന്ന സാധനത്തിൻ്റെ അർത്ഥം നമുക്ക് അറിയില്ല. ജനഗണമന കൃത്യമായിട്ട് നമുക്ക് പറയാനും അതിനർത്ഥം പറയാനും സാധിക്കുന്നില്ല. വന്ദേമാതരത്തിൻ്റെ അർത്ഥം കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. എന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത്, അത് വേണോ ഇത് വേണോ, അത് വന്നാലും ഇത് വന്നാലും നിങ്ങൾക്കത് അറിയില്ല, അല്ലെങ്കിൽ നമുക്കത് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒന്ന് പഠിക്കാം, എന്നിട്ട് അത് പഠിക്കാം. റെഡി? ഇന്ന് നമുക്ക് ആമുഖം പഠിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. എന്താണ് ആമുഖം? നമുക്കറിയാം, ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതിനൊരു ആമുഖം ഉണ്ടാവും അല്ലേ. ഇതാണ് എൻ്റെ സുഹൃത്ത്, എൻ്റെ പുസ്തകം. നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്? അതിൻ്റെ ഒരു വേർഷൻ, ഒരു പേജിലുള്ള ഒരു വേർഷനാണ് ആമുഖം എന്ന് പറയുന്നത്. സെയിം സാധനമാണെന്നേ. ഈ പുസ്തകം ഇന്ത്യൻ ഭരണഘടനയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങളാണ് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950-ലാണ്. ജനുവരി 26, നമ്മുടെ ആദ്യ റിപ്പബ്ലിക് ദിനം അല്ലേ. അന്ന് നിലവിൽ വന്ന ഭരണഘടനയുടെ പ്രിയാമ്പിൾ, ഒറിജിനൽ പ്രിയാമ്പിൾ ആണ് കേട്ടോ ഇത്. ഒറിജിനൽ പ്രിയാമ്പിൾ. അപ്പോൾ ഒറിജിനൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മിന്നൽ മുരളി ഒറിജിനൽ എന്ന് പറയുന്ന പോലെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ? ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഈ പ്രിയാമ്പിളിൽ നിന്ന് ചില രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഈ പ്രിയാമ്പിളും ഇപ്പോഴത്തെ പ്രിയാമ്പിളും നിങ്ങൾ വായിച്ചു നോക്കണം. വ്യത്യാസം കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നാലും നിങ്ങളും കൂടെ അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങളും കൂടെ അതൊന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴത്തെ പ്രിയാമ്പിൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള പ്രസന്റ് ഫോം ഓഫ് പ്രിയാമ്പിളാണ് നമ്മളിതാ ഇവിടെ കാണുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളാണ് നമ്മൾ ഈ കാണുന്നത്. രണ്ടും പ്രിയാമ്പിൾ എന്നായിപ്പോയല്ലോ. പ്രസന്റ് പ്രിയാമ്പിൾ, പ്രസന്റ് സാധനമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷുമുണ്ട്, മലയാളവുമുണ്ട്. ഒന്ന് ഓടിച്ച് നമുക്ക് വായിക്കാം. എന്നിട്ട് വേണം ഇതിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇതിനകത്തുള്ള കണ്ടന്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, social, secular, democratic republic and to secure all its citizens justice, social, economical and political. അടുത്തത് ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അതിനുശേഷം ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this constitution. താഴെ അമെൻമെന്റിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഏതാ പറയുന്നത്? 42nd Amendment Act 1976. നരസിംഹ സിനിമയിൽ മമ്മൂക്കയുടെ കോർട്ടിലുള്ള ഒരു സീനില്ലേ, ഇറ്റ് ഈസ് ക്വൈറ്റ് അൺബിക്കമിങ് ആൻ ഓഫീസർ, അങ്ങനെ എന്തോ പറഞ്ഞ ഡയലോഗ്, അത് പറഞ്ഞൊരു സുഖം എനിക്ക് കിട്ടുന്നുണ്ട്. റെഡി? ഇതിൻ്റെ മലയാളമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ, അപ്പോൾ ഇതിൻ്റെ ഓരോ വാക്കിൻ്റെയും മലയാളം കേട്ടോ, ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നീതി, ജസ്റ്റിസ്. റെഡി? ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, ലിബർട്ടി. അതിലുള്ള ഓരോ മൂല്യങ്ങളാണ് ഈ പറയുന്നത്. സ്ഥാനമാനങ്ങൾ, അവസരം എന്നിവയിലുള്ള സമത്വം, ഇക്വാലിറ്റി. റെഡി? എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും അതേപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഉറപ്പുവരുത്തുന്ന ഫ്രട്ടേണിറ്റി, സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ
ഈ ഭരണഘടനാ സഭയിൽ അല്ലെങ്കിൽ ഭരണഘടന നിർമ്മിച്ചിരുന്ന സമിതിയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വെച്ച് 1949 നവംബർ മാസം 26-ാം തീയതി ഈ ഭരണഘടനയെ അംഗീകരിക്കുന്നു. ഇത് നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അടിപൊളിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ചോദിക്കുന്ന PYQs നമുക്ക് പുഷ്പം പോലെ കൊടുക്കാം. എന്താണ് പ്രിയാമ്പിൾ? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിള് അത് പ്രധാനമായിട്ടും നമുക്ക് തരുന്നത് ഒന്ന്, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇതിന്റെ സോഴ്സ് എന്താണ്? ഇതിന്റെ ഒറിജിൻ എന്താണെന്നാണ് പറയുന്നത്. ഇതിന്റെ സോഴ്സ് എന്താണ്? ഇതിന്റെ സോഴ്സ് ആദ്യമേ പറയുന്നുണ്ട്, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ ഭരണഘടനയുടെ പവർ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഇന്ത്യയിലെ 150 കോടി ജനങ്ങൾ. 2, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം എങ്ങനെയായിരിക്കണം? ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം അവർ പറയുന്നില്ലേ, വി ആർ എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതിന്റെ മലയാളം നമ്മൾ പറഞ്ഞു, സോവറിനിറ്റി പരമാധികാരം, സോഷ്യലിസം സ്ഥിതി സമത്വം, സെക്യുലർ മതനിരപേക്ഷത, ഡെമോക്രാറ്റിക് ജനാധിപത്യം, റിപ്പബ്ലിക്കിന് റിപ്പബ്ലിക്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഭരണഘടന ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ലക്ഷ്യങ്ങൾ ജസ്റ്റിസ് ഉറപ്പുവരുത്തണം, സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇല്ലേ, ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി ഉറപ്പുവരുത്തണം. അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫൈനലി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഒരൊറ്റ ഡേറ്റ് പറയുന്നുണ്ട്, ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ. എത്രയോ തവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ. 1949 ഒരു തണുപ്പുള്ള നവംബർ 26 നമ്മുടെ ഭരണഘടന, ഇദ്ദേഹം ഉൾപ്പെടെ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം ഉൾപ്പെടെ ഭരണഘടനാ അസംബ്ലിയിലെ എല്ലാ അംഗങ്ങളും ഏകകണ്ഠേന ഒപ്പിട്ട് തീരുമാനിക്കുകയാണ്. റെഡിയല്ലേ? നമ്മുടെ ഭരണഘടന സ്വീകരിക്കപ്പെടുന്നു. ഒപ്പിട്ട ഡേറ്റ് വേറെ കേട്ടോ, പറഞ്ഞു വന്നപ്പോൾ ഒരു അതിശയോക്തി കലർത്തി പറഞ്ഞു എന്നുള്ളൂ. അത് 1950 ജനുവരി 24 എന്ന് ചോദിക്കരുത്, ഒരു അതിശയോക്തി കലർത്തി പറഞ്ഞു എന്ന് മാത്രം. ഈ ഭരണഘടന നിലയിൽ വരുന്നതാണ് 1950 ജനുവരി 26. പ്രിയാമ്പിളിന് വേറൊരു ഒരു മുൻപത്രമുണ്ടോ? അതായത് പ്രിയാമ്പിൾ എന്നുള്ള ഐഡിയ പൊട്ടിമുളച്ചു വന്നാണ്. പ്രിയാമ്പിൾ എന്നുള്ള ഐഡിയ ഏതൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും പഴയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ US-ൽ നിന്നുമാണ് പ്രിയാമ്പിൾ എന്നുള്ള ആശയം വരുന്നത്. എന്നാൽ ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആശയത്തിൽ മറ്റൊരു ഇന്ത്യൻ സൈഡ് കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1946 ഡിസംബർ 9 മീറ്റ് ചെയ്തില്ലേ? 1946 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മീറ്റ് ചെയ്തു. ഡിസംബർ 11 അവരവരുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ എൻ്റെ ചോദ്യം, ആരായിരുന്നു ഡിസംബർ 9 മുതൽ 11 വരെയുള്ള ടെമ്പററി പ്രസിഡന്റ്? ആരായിരുന്നു ഡിസംബർ 11 പെർമനന്റ് ആയിട്ട് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത്? എന്താ ചെയ്യേണ്ടത്? കമന്റ് ആയിട്ട് പറയുക. 9, 2, 11, വീണ്ടും 2 കൂട്ടിക്ക് 13. അതായത് മീറ്റ് ചെയ്തു, പ്രസിഡന്റ് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നെഹ്റു പറഞ്ഞു, ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ? നമുക്ക് തീരുമാനിക്കണം. എന്താണ് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കണം. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. ആര്? ശ്രീ ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നു ഒബ്ജക്റ്റീവ്സ് റെസല്യൂഷൻ. ഏതാ ഡേറ്റ്? ഡിസംബർ 13, 1946. 9, 11, 13 ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ, കോമൺ ഡിഫറൻസ് 2 എന്നോർത്തിരിക്കുക. അങ്ങനെയല്ലേ നമ്മൾ പറയാറ്. ഈ ഒബ്ജക്റ്റീവ്സ് റെസല്യൂഷൻ മലയാളത്തിൽ പറഞ്ഞാൽ ലക്ഷ്യപ്രമേയം അവർ ചർച്ച ചെയ്ത് ഏകദേശം 1 മാസത്തോളം ചർച്ച ചെയ്യുന്നു. ഡിസംബർ 1946 അടുത്ത മാസം ജാനുവരി 1947 ഓർത്തിരിക്കുക. ലക്ഷ്യപ്രമേയം കൊണ്ടുവന്നത് ഡിസംബർ 13, 1946, പാസ്സാക്കിയത് ജാനുവരി 22, 1947. സുഹൃത്തെ, ഈ ലക്ഷ്യപ്രമേയത്തിന്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ഇന്നത്തെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. കേട്ടോ, ലക്ഷ്യപ്രമേയത്തിന്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. പ്രിയാമ്പിളിലെ പ്രധാനപ്പെട്ട കീവേഡ്സ് എന്തൊക്കെയാണ്? ആദ്യത്തേത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ അൾട്ടിമേറ്റ് സോവറിനിറ്റി ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മളാണ് തീരുമാനമെടുക്കുന്നത്, നമ്മൾ ആരെയും ഡിപ്പെൻഡന്റ് അല്ല, നമ്മളൊരു കോളനി അല്ല, നമ്മളൊരു കോളനി ആയിരുന്നു. ഇനി മുതൽ നമ്മളൊരു കോളനി അല്ല. രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്ന കാര്യങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. ആ ഭരണഘടനയ്ക്ക് അതിനുള്ള അധികാരം കൊടുക്കുന്നത് വേറെ ആരുമില്ല, നമ്മൾ തന്നെയാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണല്ലേ. റെഡി? അതാണ് പറഞ്ഞത്. ആ സോഴ്സ്, അതിന്റെ തുടക്കം എവിടെ നിന്നാണ്? വീണ്ടും തുടക്കം എന്ന് പറഞ്ഞു. അത് വരുന്നത് എവിടെ നിന്നാണ്? അത് ജനങ്ങളിൽ നിന്നുമാണ്. അടുത്തത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ,
ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ ഓർഡർ പലതവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണം. SSSDR, SSSDR, സോവറിൻ സോഷ്യൽ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. എന്താണ് സോവറിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോവറിനിറ്റി, ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡന്റ് അതോറിറ്റി. ഇറ്റ് ഈസ് നോട്ട് എ ഡൊമീനിയൻ ഓഫ് എനി അതർ പവർ. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആണ്. രാഷ്ട്രത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ തീരുമാനമെടുക്കാം. ഞങ്ങൾ ക്യാപിറ്റലിസ്റ്റിന്റെ കൂടെ പോകണോ, കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിന്റെ കൂടെ പോകണോ? വേണ്ട, ഞങ്ങൾ നോൺ അലൈൻഡ് മൂവ്മെന്റ് തുടങ്ങണോ, ചേരിചേരാ പ്രസ്ഥാനം തുടങ്ങണോ? അത് ഇന്ത്യയുടെ സ്വന്തം തീരുമാനമായിരുന്നു. ഇല്ല, ക്യാപിറ്റലിസ്റ്റുമായിട്ട് സഹകരിക്കാതെ റഷ്യയുമായിട്ട് ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഒപ്പിടണോ? അത് ഇന്ത്യയുടെ മാത്രം തീരുമാനമായിരുന്നു. ഇത് ഇന്ത്യയുടെ തീരുമാനമാണ്. ഇന്ത്യ ഒരു സോവറിൻ രാജ്യമാണ്. നമ്മളൊരു ഡൊമീനിയൻ അല്ല കേട്ടോ. എന്താ ഡൊമീനിയൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? എന്നാൽ അപ്പോഴും ഗവർണർ ജനറലിന്റെ സ്ഥാനത്ത് മൗണ്ട് ബാറ്റൻ കുറച്ചു കാലം ഇരുന്നിരുന്നു. 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നവരെ ബ്രിട്ടൻ പാസ്സാക്കിയ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ഇൻഫ്ലുവൻസ് ഇന്ത്യയിലുണ്ടായിരുന്നു. ഈ കാലഘട്ടം സ്വാതന്ത്ര്യത്തിന് ശേഷം റിപ്പബ്ലിക് ആവുന്നതിന് മുൻപുള്ള കാലഘട്ടം ഇന്ത്യ അറിയപ്പെട്ടിരുന്ന ഡൊമീനിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഒരു ബ്രിട്ടീഷ് ആധിപത്യമായിരുന്നു ഇന്ത്യ. ഇന്ന് ഇന്ത്യ ആരുടെയും ഡൊമീനിയൻ അല്ല. സോഷ്യലിസം എന്താണ്? സ്ഥിതി സമത്വം. വായിച്ചേ, അച്ചീവ്മെന്റ് ഓഫ് സോഷ്യലിസ്റ്റ് എൻഡ്സ് ത്രൂ ഡെമോക്രാറ്റിക് മീൻസ്. സോഷ്യലിസം, സ്ഥിതി സമത്വം എന്ന് പറയുന്ന ഒരു നല്ലൊരു ആശയമാണ്. ഇന്ത്യയിൽ സമാജ്വാദം എന്ന് പറയും. സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി എന്ന് കേട്ടിട്ടില്ലേ? എല്ലാവർക്കും ഒരു ബെനിഫിറ്റ്. ആർട്ടിക്കിൾ 39 പറയുന്ന പോലെ പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, അല്ലെങ്കിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആളുകളിലേക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇന്ത്യ ഇന്നൊരു മിക്സഡ് എക്കണോമിയാണ്. നമുക്കറിയാം, ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് എക്കണോമി അല്ല. ഇന്ത്യയിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളുമുണ്ട്, ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്. ചില സ്ഥാപനങ്ങൾ, റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങളുടെ ഉദ്ദേശം എന്താണ്? ലാഭം ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി അതൊരു ചെറിയ ആവശ്യം മാത്രമാണ്. ഉദ്ദേശം ജനങ്ങളെ സെർവ് ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെയാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലെ ചില ഉദാഹരണങ്ങൾ. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലാർ. സെക്യുലാർ എന്നാൽ പല അർത്ഥം വരാട്ടോ. വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് സെക്യുലാറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിനെ അടുപ്പിക്കണ്ട, എല്ലാത്തിനും മാറ്റിയെടുത്തിക്കോ. അതൊരു നെഗറ്റീവ് ഫോം ഓഫ് സെക്യുലാറിസമാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷത എന്നാൽ അതെങ്ങനെയായിരിക്കണം? ഓൾ റിലീജിയൻസ് ഇൻ ഇന്ത്യ ഗെറ്റ് ഈക്വൽ റെസ്പെക്ട്, ഈക്വൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഈക്വൽ സപ്പോർട്ട് ഫ്രം സ്റ്റേറ്റ്. നമ്മുടെ നാട്ടിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജെയിൻ, പാർസി, ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവലുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടാറില്ലേ? ഗവൺമെന്റ് അത് ഫണ്ട് ചെയ്ത് നടത്താറില്ലേ? നമ്മൾ പലപ്പോഴും ഭരണത്തിലിരിക്കുന്ന ആളുകൾ ട്വീറ്റുകൾ കാണാറില്ലേ? ഇതൊക്കെ ഇന്ത്യയിലെ റെക്കഗ്നൈസ്ഡ് റിലീജിയൻസ് ആണ്. മജോറിറ്റി പ്ലസ് മൈനോറിറ്റി റിലീജിയൻസ്. ഞാൻ ഏതെങ്കിലും മിസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഇന്ത്യയിൽ 6 മൈനോറിറ്റി റിലീജിയൻ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം പറഞ്ഞില്ലേ? പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. റെഡി? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ഈ മതങ്ങൾക്ക് ഒരു ഈക്വൽ ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടുന്നത്. ഈക്വൽ ട്രീറ്റ്മെൻറ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ സുഹൃത്തെ സോഷ്യലിസം എന്നൊരു വാക്ക്, സെക്യുലറിസം എന്നൊരു വാക്ക് എവിടെ ഉണ്ടായിരുന്നില്ല? ഒറിജിനൽ പ്രിയാമ്പിൾ ഉണ്ടായിരുന്നില്ല. ഞാൻ നുണയാ പറയുന്നതെന്ന് പറയേണ്ട, അതിനാണ് ഞാൻ ആദ്യം തന്നെ ഒറിജിനൽ പ്രിയാമ്പിൾ തന്നത്. എന്താണ്? സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇൻ 1950 ഇന്ത്യ വാസ് SDR, സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോഷ്യലിസം, സെക്യുലറിസം എന്നുള്ള വാക്കുകൾ പിൽക്കാലത്താണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തത്. ആ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്ത അമെൻമെന്റ് ഏതാണെന്ന് ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതാ പറയുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ പാസാക്കിയ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ക്ലിയർ ആണോ? അടുത്തത് ഡെമോക്രാറ്റിക് എന്നുള്ള വാക്ക് നമുക്കറിയാം, ജനാധിപത്യം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗെറ്റ്സ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം ദ വിൽ ഓഫ് ദ പീപ്പിൾ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ അതോറിറ്റിയെ തീരുമാനിക്കുകയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ ബ്യൂട്ടി എന്താണെന്ന് അറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മാമാങ്കമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ്. 150 കോടി ജനങ്ങളിൽ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ നോക്കുക. റെഡി? ഇന്ന് വരെ ആ ഒരു ഇലക്ഷൻ മാൻഡേറ്റ് അങ്ങനെ അട്ടിമറിച്ച് ആരും ഭരണം പിടിച്ചെടുത്തിട്ടില്ല. ഒരു സ്വേച്ഛാധിപതിയൊന്നും ഇന്ത്യൻ ചരിത്രത്തിൽ വന്നിട്ടില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭരണഘടന നമുക്കുണ്ട്. അല്ലെങ്കിൽ തോക്കുന്ന ആളുകൾ അതിനെ മാന്യമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ, ബൂത്ത് ക്യാപ്ചറിംഗ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇലക്ഷൻ കള്ളത്തിലൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ വലിയ തോതിൽ നമ്മൾ ശ്രീലങ്കയിലോ നേപ്പാളിലോ പാകിസ്ഥാനിലോ ഒക്കെ കേൾക്കുന്ന പോലത്തെ സാധനം, വെനസ്വേലയിൽ കേൾക്കുന്ന പോലത്തെ സാധനം നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ല. അടുത്തതാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ ഒഫീഷ്യൽ പേര് നമുക്കറിയാം, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. എന്താ അതിനർത്ഥം? അതിനർത്ഥം വേറൊന്നുമല്ല, ഇന്ത്യക്ക് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നും നമുക്കുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ലിഖിത ഭരണഘടന നമ്മുടേതാണ്. പ്ലസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഇലക്റ്റഡ് എന്നുമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. യൂഷ്വലി എലക്റ്റഡ് ബൈ ദ പീപ്പിൾ എന്നാ പറയുന്നത്. അത് നിങ്ങൾ നോക്കണ്ട. കാരണം രാഷ്ട്രപതിയുടേത് ഇന്ത്യയുടെ കേസിൽ, ഇന്ത്യയുടെ പ്രസിഡന്റിൻ്റേത് ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ. പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്?
MLA-മാരും MP-മാരും ചേർന്നാണ്. അതിനകത്ത് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല, പിന്നീട് പറയാം. ജനങ്ങൾ നേരിട്ടല്ല, എന്നിരുന്നാലും തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ്. ബ്രിട്ടനിലെ രാജാവിനെ പോലെ രാജാവിൻ്റെ മകൻ അല്ലെങ്കിൽ മോള്, അവരുടെ മകൻ, അങ്ങനെയല്ല വരുന്നത്. സോ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്. ക്ലിയർ ആണല്ലോ? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ അർത്ഥം മനസ്സിലായെങ്കിൽ നമുക്ക് നീതി, ന്യായം എന്നുള്ള ഒരു ഏരിയയിലേക്ക് പോകാം. ജസ്റ്റിസ്. എന്തൊക്കെ ജസ്റ്റിസിനെ പറ്റിയാണ് പറയുന്നത്? ഇന്ത്യയിൽ സോഷ്യൽ ജസ്റ്റിസ് വേണം, ഇന്ത്യയിൽ എക്കണോമിക് ജസ്റ്റിസ് വേണം, ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ജസ്റ്റിസ് വേണം. എന്താണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ, സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ, നമ്മുടെ നാട്ടിൽ റിലീജിയൻ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം എങ്ങനെയായിരിക്കണം? സോഷ്യൽ ജസ്റ്റിസ് ഉള്ള ഒരു രാഷ്ട്രം. നമ്മുടെ ഈ നാട്ടിൽ നാനാത്വത്തിൽ ഏകത്വം സെലിബ്രേറ്റ് ചെയ്യുന്ന, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന, ലോകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ റിലീജിയൻസും അല്ലെങ്കിൽ എത്രയോ കണക്കിന് ഭാഷകളുള്ളത്, അക്സെപ്റ്റഡ് ലാംഗ്വേജോടെ മാറിയിക്കട്ടെ, അതായത് ഒഫീഷ്യൽ ലാംഗ്വേജ് മാറിയിക്കട്ടെ, ബാക്കി സ്ക്രിപ്റ്റ് ഉള്ളതും ഇല്ലാത്തതുകൊണ്ട് എത്രയോ ഭാഷകളുള്ളത്, എത്രയോ മതങ്ങൾ, എത്രയോ ജാതികൾ, എത്രയോ ഭാഷകൾ, എത്രയോ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റികൾ, ഈ സാധനങ്ങളൊന്നും ഒരു ഡിസ്ക്രിമിനേഷന് കാരണമാകരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 16 വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? അങ്ങനെ ജാതി, നിങ്ങളുടെ ക്രീഡ്, കുലം, ഗോത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ജെൻഡർ, റിലീജിയൻ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തത്. അതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. എന്താണ് എക്കണോമിക് ജസ്റ്റിസ്? ദർ ഷാൽ ബി നോ ഡിസ്ക്രിമിനേഷൻ. നിങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസിനനുസരിച്ച്, നിങ്ങളുടെ ഇൻകത്തിനനുസരിച്ച്, വെൽത്തിനനുസരിച്ച് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്തത്. എന്നാൽ അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ സൊസൈറ്റിയിലും നടക്കുന്നത്. ഉള്ളവന് ഉണ്ട്, ഇല്ലാത്തവനില്ല. നമ്മൾ 10 രൂപ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ 10 രൂപ ചിലവാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്നെ പിശുക്കനെന്ന് വിളിക്കും. പക്ഷെ ഇതേ സമയം നല്ല കാശുള്ള ഒരാൾ 10 രൂപ ചിലവാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്തൊരു മനുഷ്യനല്ലേ അയാൾ ആ കാശ് ചിലവാക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ ആ മുകളിലേക്ക് എത്തിയത്. ഇതേ സാധനം ഞാൻ പറയുമ്പോൾ നിന്റെ 10 പൈസയില്ല, അതുകൊണ്ട് നീ പിശുക്കനായി. മനസ്സിലാകുന്നുണ്ടോ? അത് ഒരു തരം ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എളുപ്പത്തിൽ കണക്ട് ചെയ്യുന്നൊരു സാധനമാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 പറയുന്ന ഇക്വാലിറ്റി ബിഫോർ ലോ ഒക്കെ ഒട്ടുമിക്ക കാര്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെന്നേ. നിങ്ങൾ എത്ര വലിയ പുള്ളിയാണെങ്കിലും ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരെ നിയമത്തിന് മുന്നിൽ വീണുപോയ ചരിത്രമുണ്ട്. അപ്പോൾ ആ പറയുന്ന ഒരു എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനം ഏറെക്കുറഞ്ഞ് നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ കണ്ണു പോകുമ്പോഴാണ് രാജ്യത്ത് മൊത്തം പ്രശ്നം, രാജ്യത്ത് അരക്ഷിതാവസ്ഥ, അവർ പ്രശ്നം ഇവർ പ്രശ്നം തോന്നുന്നത്. അത് ചെറിയ ചെറിയ സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ വേറെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാം. പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്താണത്? ഓൾ ദ പീപ്പിൾ ഹാവ് ആൻ ഈക്വൽ, ഫ്രീ ആൻഡ് ഫെയർ റൈറ്റ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റീസ്. ഇന്ത്യയിൽ നിങ്ങൾ ABCD ഏത് ജാതി മതത്തിൽ പെടുന്നവരാകട്ടെ, നിങ്ങൾ ആണാകട്ടെ, പെണ്ണാകട്ടെ, നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആകട്ടെ, എന്താകട്ടെ, നിങ്ങളുടെ ഐഡന്റിറ്റി എന്താകട്ടെ, 18 വയസ്സ് പൂർത്തിയായി ആ ഇലക്ടറൽ റോളിൽ പേരുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 1 വോട്ടുണ്ട്. കാശിനനുസരിച്ച് 2 വോട്ടുണ്ടോ? ഇല്ല. കള്ളവോട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്, അത് പിടിക്കപ്പെടേണ്ടതാണ്. ഇതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. മുന്നോട്ട് പോവാം. ഇക്വാലിറ്റി, സമത്വം. എന്ത് ഇക്വാലിറ്റിയാ പറയുന്നത്? നോ സെക്ഷൻ ഓഫ് സൊസൈറ്റി ഹാസ് എനി സ്പെഷ്യൽ പ്രിവിലേജസ് and all the people have been given equal opportunities. ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അതൊരു തരം ഇക്വാലിറ്റിയെ പറ്റി സംസാരിക്കില്ലേ? നമുക്കറിയാം, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇക്വാലിറ്റി എന്ന അവകാശത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലുകൾ. ക്ലിയർ ആണോ? ഇക്വാലിറ്റി. അടുത്തത് ലിബർട്ടി, ഫ്രറ്റേണിറ്റി. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഓർഡർ എന്താണ്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. എൻ്റെ ചോദ്യം ഇതാണ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നുള്ള ആശയം ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടത് ഏത് ഭരണഘടനയിൽ നിന്നുമാണ്? നിങ്ങൾക്കറിയാം, ഉത്തരം കമൻ്റായിട്ട് വരിക. ലിബർട്ടി, നമ്മുടെ സ്വാതന്ത്ര്യം. എന്താണ് ആ ഓർഡർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? ആ ഓർഡർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. എൻ്റെ കയ്യിൽ കോഡൊന്നുമില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പഠിച്ചത് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. സ്റ്റെപ്പ് 4 എന്ന് 10 പ്രാവശ്യം പറഞ്ഞു, കിട്ടി. തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള അവകാശം, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ജീവിത രീതി അഡോപ്റ്റ് ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ള പൊളിറ്റിക്സ് അഡോപ്റ്റ് ചെയ്യാൻ. നമ്മുടെ നാട്ടിലെ ചായക്കടകളിൽ എത്ര ഹെൽത്തി ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടക്കാറുണ്ട്. അൺഹെൽത്തി ആയിട്ടുള്ളതിലേക്ക് ഇപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് ഡിസ്കഷൻസ് കൊണ്ടുപോകാം. അടുത്തതാണ് ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റി എന്താ ഈ സാധനം?
ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലൊക്കെ പറയുന്നതാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലെ ഏത് ആർട്ടിക്കിളാണ് പറയുന്നുണ്ടെങ്കിൽ ഏത് ആർട്ടിക്കിളാണ് ഫ്രറ്റേണിറ്റി എന്നുള്ള ആശയത്തെ പറ്റി പറയുന്നത്, ബ്രദർഹുഡ് എന്നുള്ള ആശയത്തെ പറ്റി പറയുന്നത് ഒന്ന് പറയുക കേട്ടോ. ഒറ്റ ആർട്ടിക്കിളേ ഉള്ളൂ, അതിൽ ഏത് സബ് ക്ലോസ് ആണെന്ന് ചോദിക്കുന്നത്. ആർട്ടിക്കിൾ 51A സ്മോൾ a to k വരെ പോകുന്നില്ലേ, അതിലേതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാഹോദര്യം എന്നൊരു ഫീലിംഗ്. ജാതി മതം ഇതിനൊക്കെ അപ്പുറമായി ഇന്ത്യക്കാരാണ്. പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ പാടാണ്. എന്നാലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമാണ്. ജാതി മതമൊക്കെ കൂടെ ഇരിക്കും. ആദ്യം നമ്മൾ ഇന്ത്യക്കാരാണ്, എന്നിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങൾ വരേണ്ടത്. അതാണ് ഈ ഫ്രറ്റേണിറ്റിയുടെ ഒരു ബ്യൂട്ടി. ഫ്രറ്റേണിറ്റി സാഹോദര്യം വരുമ്പോൾ നമ്മളെ വിഘടിപ്പിക്കാൻ സാധിക്കില്ല, ശരിയല്ലേ? നമ്മുടെ ഇന്ത്യൻ എന്നുള്ള മൂല്യത്തിന് മുകളിൽ നമ്മുടെ ജാതിയും മതവും വരുമ്പോഴാണ് നമ്മളെ വിഘടിപ്പിക്കാൻ എളുപ്പമാവുന്നത്. അപ്പോഴാണ് വേറൊരു രാഷ്ട്രം നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ രാഷ്ട്രത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള മൂല്യത്തിന് ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഐക്യത്തിനെയോ അഖണ്ഡതയോ തകർക്കാനായിട്ട് വേറൊരാൾക്ക് സാധിക്കില്ല. അവനെ വിശ്വസിക്കരുതെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിശ്വസിച്ച പ്രശ്നമല്ല നീ, കാരണം കുറേ കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ക്ലിയർ ആണോ? രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും. യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്നുള്ള വാക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഒറിജിനൽ ഭരണഘടനയിൽ യൂണിറ്റി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുണ്ടായിരുന്നില്ല? യൂണിറ്റി ആൻഡ് എവിടെ പോയി ഇൻറ്റഗ്രിറ്റി എന്നുണ്ടായിരുന്നില്ല. ആ വാക്ക് ചേർത്തതും 1976 ഇതേ ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നേ. ഈ ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു ഡേറ്റ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതാ ഡേറ്റ്? 1949 നവംബർ 26. ആ ഡേറ്റിനാണ് നമ്മുടെ ഭരണഘടന സ്വീകരിക്കപ്പെടുന്നത്. പലർക്കും പ്രിയാമ്പിളിൻ്റെ ഇവിടം വരെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് സംശയമുള്ളൊരു പോർഷൻ, വാട്ട് ഈസ് ദ പ്രസന്റ് സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യൻ പ്രിയാമ്പിൾ? വാട്ട് ഈസ് ദ പ്രസന്റ് സ്റ്റാറ്റസ് ഓഫ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ പ്രിയാമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. റെഡി? ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് 3 പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റുകളാണ്. 1960 ബേരൂബാരി യൂണിയൻ കേസ്. അന്ന് ബംഗ്ലാദേശ് ഉണ്ടായിട്ടില്ല, ഇന്ത്യയും ഈസ്റ്റ് പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ടെറിട്ടറി ഇഷ്യൂ ആണ്. രണ്ട് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് 1973, വിശ്വവിഖ്യാതമായ കേസാണ്. 3 LIC കേസ് 1995. ഈ 3 കേസുകളും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ പറയുന്ന ബേരൂബാരി യൂണിയൻ കേസിൽ സുപ്രീം കോടതി വളരെ നാരോ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് പാസ്സാക്കിയത്. പ്രിയാമ്പിൾ കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ഇൻ എ കോർട്ട് ഓഫ് ലോ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ എൻഫോഴ്സിബിൾ അല്ലെങ്കിൽ ജസ്റ്റീഷ്യബിൾ. DPSPs, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ദേ ആർ നോട്ട് എൻഫോഴ്സിബിൾ എന്ന് പറയില്ലേ? കോടതിയിൽ അത് നീതിന്യായത്തിന് അർഹമല്ല, നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറയില്ലേ? അതുപോലെയാണ് പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ കേശവാനന്ദ ഭാരതി കേസിൽ നമുക്കറിയാം സുപ്രീം കോടതിക്ക് അവരുടെ വിധിയെ തന്നെ തിരുത്താനായിട്ട് സാധിക്കും, റിവ്യൂ നടത്താനായിട്ട് സാധിക്കും. കേശവാനന്ദ ഭാരതി കേസിൽ 13 ജഡ്ജിമാരെന്ന കേസിൽ അവർ പറഞ്ഞു, ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷാൽ ബി കൺസിഡേർഡ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഭരണഘടനയുടെ ഭാഗമാണ്. LIC കേസിൽ ആ പ്രസ്താവന വീണ്ടും അവരൊന്നുകൂടെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു, ദ പ്രിയാമ്പിൾ ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി എൻഫോഴ്സിബിൾ ഇൻ എനി കോർട്ട്. അതായത് പ്രിയാമ്പിൾ എൻഫോഴ്സിബിൾ ആണ്, പക്ഷെ അത് മാത്രം എടുത്തു വെച്ചാൽ എൻഫോഴ്സിബിൾ ആണോ? അല്ല. പ്രിയാമ്പിളും ബാക്കിയുള്ള ഭാഗം കൂടെ ചേരുമ്പോഴേ ആ മൂല്യങ്ങൾ എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രിയാമ്പിളിൽ മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഫണ്ടമെന്റലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ അത് എൻഫോഴ്സിബിൾ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അല്ലാതെ പ്രിയാമ്പിൾ മാത്രം എടുത്ത് കോടതിയിൽ എൻഫോഴ്സിബിൾ അല്ല. എന്നാൽ പ്രിയാമ്പിൾ വിച്ച് ഇസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതും കൂടെ ചേരുമ്പോൾ അത് നമുക്ക് എൻഫോഴ്സിബിൾ ആണ്. റെഡി? കോടതിയിൽ എൻഫോഴ്സിബിൾ ആണ്. പ്രിയാമ്പിളിന് അമെൻഡ് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്സിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ അമെൻമെന്റ് പറയുന്നത് ആർട്ടിക്കിൾ 368 ആ ക്ലാസ് കണ്ട സഹോദരന്മാർ പറഞ്ഞ് ഏത് പാർട്ടിലാണ് നമ്മൾ അമെൻമെന്റിനെ പറ്റി പഠിച്ചിട്ടുള്ളത്? നമ്മുടെ കോഡ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഏത് പാർട്ടിലാണ് അമെൻമെന്റിനെ പറ്റി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 368 പ്രകാരം നിലവിൽ പ്രിയാമ്പിൾ ക്യാൻ ബി അമെൻഡഡ്. ഭരണഘടനയെ അമെൻഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമെന്നേ. പ്രിയാമ്പിൾ ക്യാൻ ബി അമെൻഡഡ്. പക്ഷേ ദ ബേസിക് സ്ട്രക്ചർ കനോട്ട് ബി അമെൻഡഡ്. ബേസിക് സ്ട്രക്ചർ എന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം 1973 കേശവാനന്ദ ഭാരതി കേസിന് ശേഷം വന്നാണ്. ബേസിക് സ്ട്രക്ചറിനെ അമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. നിലവിൽ നമ്മൾ സംസാരിക്കുന്ന സമയം വരെ എത്ര തവണ നമ്മുടെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്?
ഒരേ ഒരു തവണ. അടിയന്തരാവസ്ഥയുടെ സമയത്ത് 1975-77 കാലഘട്ടത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഭരണഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. അതുകൊണ്ട് തന്നെയാണ് അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ആ മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ പ്രിയാമ്പിളിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. എന്താ മാറ്റം വരുത്തിയിട്ടുള്ളത്? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രിയാമ്പിളിനെ കുറച്ചുകൂടെ വലുതാക്കി. 3 പുതിയ വാക്കുകൾ കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, സെക്യുലാർ, യൂണിറ്റിയുടെ കൂടെ ഇന്റഗ്രിറ്റി. അങ്ങനെ ഇന്ത്യയുടെ പ്രിയാമ്പിൾ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയി മാറി. അവസാനത്തേക്ക് വന്നപ്പോൾ യൂണിറ്റി എന്നുള്ള ഒരു ടേമിന് പകരം യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്നുള്ളതായി. അപ്പോൾ പ്രിയാമ്പിളിൽ ആഡ് ചെയ്യപ്പെട്ടുള്ള 3 വാക്കുകൾ പലതവണ ചോദിച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇന്റഗ്രിറ്റി. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം കാണിച്ചു തരാം. എന്നിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഞങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സോൾവ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ സോൾവ് ചെയ്യണം. 2029 UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഡാഷ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. എന്താണ്? എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് നോ ലീഗൽ എഫക്ട്. അങ്ങനെയാണോ? നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹാസ് നോ ലീഗൽ എഫക്ട് എയ്തർ. പാർട്ട് അല്ലെങ്കിൽ പിന്നെ ലീഗൽ എഫക്റ്റിന്റെ ആവശ്യം ഉണ്ടാവുമോ? അല്ലേ? A part of the constitution and has same legal effect as any other part. ഭരണഘടനയുടെ ഭാഗമാണ്, ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെ പോലെ തന്നെ അത്രയും ലീഗൽ എഫക്റ്റ്. ജസ്റ്റിഷ്യബിൾ ആണെന്നാണ് പറയുന്നത്, എൻഫോഴ്സബിൾ ആണെന്നാണ് പറയുന്നത്. ഡി, എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് നോ ലീഗൽ എഫക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ പാർട്സ്. ഇതാണ് ഈ ഓപ്ഷൻസിൻ്റെ പ്രത്യേകത. UPSC ചോദ്യങ്ങൾ ഒരിക്കലും അവർ കൺഫ്യൂഷൻ അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ ആശൻ എന്നെ പഠിപ്പിച്ച എൻ്റെ മാഷ് പറഞ്ഞത്, അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ഓഫ് ഡൗട്ടാണ്. ഇത് താനല്ലയോ അതെന്ന് ചോദിക്കും. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ, ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? പ്രിയാമ്പിൾ, ഈസ് ഇറ്റ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? പാർട്ട് 1, യെസ്, അത് ഭരണഘടനയുടെ പാർട്ടാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പോട്ടെ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ബീയിങ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് ലീഗൽ എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ അതേ ലീഗൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. അപ്പോൾ പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഹാസ് ലീഗൽ എഫക്റ്റ്. പക്ഷെ എങ്ങനെയാണ്? ഇറ്റ് ഹാസ് നോ ലീഗൽ എഫക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അതർ പാർട്സ്. ഇറ്റ് ഹാസ് ലീഗൽ എഫക്റ്റ് അവരുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ. ഇഫ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം അതർ പാർട്സ്, ഇറ്റ് ഹാസ് നോ ലീഗൽ എഫക്റ്റ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണോ? ലീഗൽ എഫക്റ്റ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് എന്ത് പറയണം? ലീഗൽ എഫക്റ്റ് ഉണ്ടെന്നും പറയണം, ഇല്ല എന്നും പറയണം. അത് മറ്റുള്ള പാർട്ടിനോട് ചേർന്ന് നിന്നാൽ, ഒരുമിച്ച് നിന്നാൽ എന്തോ ലക്കപ്പുറത്തും കിടക്കാമെന്നോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ലീഗൽ എഫക്റ്റ് ഉണ്ട്. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ലീഗൽ എഫക്റ്റ് ഇല്ല. ക്ലിയർ? ഇതാ ഇത് മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഒരു മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. അപ്പം ഞാൻ ഈ ചോദ്യത്തിൻ്റെ നമ്പർ ഇടുകയാണ് കേട്ടോ. ഈ ചോദ്യത്തിൻ്റെ നമ്പർ ഞാൻ 1 ഇട്ടു. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 1, 2, 3, 4 എൻ്റെ ഉത്തരം എന്താണ്? 2 എന്താണ് ഉത്തരം? ഓപ്ഷൻ കമൻറ്റ് ചെയ്യണം. 3 കമൻറ്റ് ചെയ്യണം. 4 കമൻറ്റ് ചെയ്യണം. ചിലത് ഈസിയാണ്, ചിലതൊന്നും ചിന്തിക്കേണ്ടതാണ്. 5, 6. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി ഒരു 7 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ 7ാമത്തെ ചോദ്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇത് നമുക്ക് SSC ആകട്ടെ, RRB ആകട്ടെ, PSC ആകട്ടെ, നമുക്ക് ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്. ആരാണ് പ്രിയാമ്പിളിനെ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത്? ആരാണ് പ്രിയാമ്പിളിനെ പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് എന്ന് വിളിച്ചത്? ജാതകം എന്ന് വിളിച്ച ആരാ? ഈ സാധനം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയും സാധനം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രിയാമ്പിളിൽ ഇനി ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് തെറ്റില്ല. അത് ഏത് പരീക്ഷയായാലും ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് തെറ്റില്ല. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇതിൻ്റെ നോട്ടും മറ്റു കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട്, അതുപോലെ GK PYQ പോളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ GK സിംപ്ലിഫൈഡ് എന്നുള്ള ലിങ്ക് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കേട്ടോ? എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കണം. നമുക്ക് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാം. പൊളിറ്റി കുറച്ചാവുന്നില്ലേ? നമുക്ക് NCERTയുടെ സീരീസ് തുടങ്ങണം. നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് അല്ലേ? നിങ്ങളിത് കൃത്യമായിട്ട് കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് മാർക്ക് ചെയ്യുക. എന്താണ് വേറെ ഉദ്ദേശിക്കുന്നത്, എക്സ്ട്രാ കണ്ടന്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതും നിങ്ങൾക്ക് പറയാം. ഓക്കെ. അത്രയും ഒരു എഫോർട്ട് ക്ലാസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കേട്ടോ? അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. Bye.